തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ശോചനീയാവസ്ഥയിൽ പണിമുടക്കി പ്രതിഷേധവുമായി സ്വകാര്യ ബസ് തൊഴിലാളികൾ. ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയായിരുന്നു ബസ് തൊഴിലാളികളുടെ പ്രതിഷേധ സമരം. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ മാസങ്ങളായി നടത്തുന്ന ദുരിതയാത്രയ്ക്ക് അറുതി വരുത്തണം എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ദിനംപ്രതി പതിനായിരക്കണക്കിന് പേർ സഞ്ചരിക്കുന്ന തൃശൂരിലെ പ്രധാന പാതയുടെ അവസ്ഥയാണിത്. തൃശൂർ കുന്നംകുളം ഗുരുവായൂർ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. ഒരു മഴ പെയ്താൽ റോഡും തോടും തിരിച്ചറിയാനാവില്ല. കുഴികളും വെള്ളക്കെട്ടും കാരണം മണിക്കൂറുകളോളമുള്ള ഗതാഗത തടസ്സം ഇവിടെ പതിവായിരിക്കുകയാണ്. ഗതികെട്ട സാഹചര്യത്തിലാണ് രാഷ്ട്രീയ ഭേദമന്യേ ബസ് തൊഴിലാളികൾ പ്രതിഷേധവുമായി റോഡിലിറങ്ങിയത്. 10-14 കൊല്ലമായിട്ട് ഈ റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ റോഡ് പണിതിട്ട് ഒരു 14 കൊല്ലത്തോളം ഉണ്ടാവും. ചെയ്യുന്നത് ഈ കുഴികൾ അടക്കിയ മാത്രം, വേറെ ഒരു പണിയും ചെയ്യുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കളക്ടർ പറഞ്ഞ് നമുക്ക് ഒരു 45 ദിവസത്തിനുള്ളിൽ പണി തരാമെന്ന്. ആ പണി തന്നിട്ടില്ല. ഇപ്പോഴും ഈ പണിയാനുള്ള തയ്യാറ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബസ്സുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. കുഴിയിൽ അടിച്ചു പോകുന്നതോ മറ്റൊരു അടിച്ചു പോകുന്നതോ യാതൊരു കുഴപ്പമില്ല. ബൈക്കാരും മാത്രം നമുക്ക് ദ്രോഹം. കാരണം എന്താ വെച്ചാൽ അവർ തട്ടിയടിഞ്ഞ് വീടാണ്. എന്നിട്ട് ബസ്സിന്റെ അടിയിൽ പോകുമ്പോൾ ആരോ കുറ്റക്കാര്, ബസ്സിലെ ഡ്രൈവർമാര്, അടുത്ത പണിക്കാര്. ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ തവണയും നമ്മൾ പരാതി പറയും, കളക്ടറോട് എന്ന് പരാതി പറയും, ഇത്ര ദിവസത്തിനുള്ളിൽ തീർത്ത് തരാമെന്ന് പറയും. അവര് വന്ന് പൊടി മണ്ണിട്ടിട്ട് പോവും. പിന്നെ വീണ്ടും റോഡ് പോകും. അടുത്ത മഴയില് അതൊക്കെ വെച്ച് പോവും. വീണ്ടും മഴ വരും. വീണ്ടും തന്നെ ചെയ്യും. ഇത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. ഇപ്പൊ ഒരു മാസമായിട്ട് ഈ റോഡ് ഇത്ര ഇങ്ങനെയായിട്ട് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കൂടിയില്ല. ആഴ്ചകൾക്ക് മുന്നേ മുഖ്യമന്ത്രി അടക്കം ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം 20 കിലോമീറ്റർ ചുറ്റി വടക്കാഞ്ചേരി വഴിയാണ് തൃശൂരിലേക്ക് എത്തിയത്. നാളിതുവരെയായി കുഴികൾ അടയ്ക്കാനോ ഗതാഗതം സുഗമമാക്കാനോ അധികാരികൾ തയ്യാറായില്ല. വാഹനങ്ങൾ ചെളിക്കുഴിയിൽ കുടുങ്ങുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. കേരളത്തിൽ ഇത്രയും അവഗണിക്കപ്പെട്ട റോഡ് ഇതാണ്. ഇത് മുന്നേ സർവേ നടത്തിയിട്ട് ഏറ്റവും കൂടുതൽ വണ്ടികൾ പോകുന്ന റോഡാണ്. ഈ റോഡിനെ അവഗണിക്കാണ് കേരളത്തിലെ ഒരു ഭരണാധികാരികളും ഇതിലില്ല. ഒരു പാർട്ടിയും ഇതിൽ തയ്യാറാവണില്ല. ഇനി ജനങ്ങൾ സംഘടിക്കുക, ഇത് കുഴി കുടിക്കുക, ഇനി ശരിക്കും ചാല് വെട്ടാൻ വേണ്ട, ഒരു വണ്ടി പോകാൻ പാടില്ല. ആ രീതിയിലേക്ക് ആക്കി മാറ്റാൻ മാത്രമേ ഈ റോഡ് നേരിയുള്ളൂ. ഞാൻ ദിവസം യാത്ര ചെയ്യുന്നത് സ്കൂളിൽ അച്ഛന്മായിരുന്നു. ഞാൻ മുഴുവൻ യാത്ര ചെയ്യുന്നതാണ്. ഫുള്ള് യാത്ര ചെയ്യുന്നത്. എൻ്റെ വീട് നിന്ന് തൊട്ടടുത്താണ്. എനിക്കറിയാം അപകടങ്ങൾ ഉണ്ടാവുന്നതും ഓരോരുത്തർ സംരക്ഷിക്കാൻ പോകുന്നതൊക്കെ നമുക്കറിയാം. രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഡോറൊക്കെ വാതിലൊക്കെ കിടന്ന് അടിയുക. ഈ റോഡ് വണ്ടികൾ, വലിയ വലിയ ഹൈവേ വണ്ടികൾ വന്ന് അടിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ശബ്ദം കൊണ്ട്. പ്രശ്നം ഗുരുതരമാണെന്നറിഞ്ഞിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല. വാഗ്ദാനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ വഞ്ചിതരാകുന്നത് പാവം യാത്രികരാണ്. പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്നാണ് ബസ് തൊഴിലാളികളുടെയും ഒപ്പം നാട്ടുകാരുടെയും ആവശ്യം. ജനം, തൃശൂർ.